എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് പുട്ടിനും അപ്പത്തിനും ഇടിയപ്പത്തിനും ഒക്കെ കൂട്ടിക്കഴിക്കാൻ പറ്റുന്ന അസാധ്യ രുചിയുള്ള ഒരു കടലക്കറിയാണ്. ഇതിനാവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ്: 1 കപ്പ് കടല ഇന്നലെ രാത്രി കുതിർത്തെടുത്ത് വെച്ചിട്ടുള്ളതാണ്, കറുത്ത കടലയാണ്. ഇനി ഇതിനോടൊപ്പം ചേർക്കേണ്ട മറ്റു ചേരുവകൾ: ഇവിടെ ഇടത്തരം വലിപ്പത്തിലുള്ള ഒരു തക്കാളി കുരു കളഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് മിക്സിക്കകത്ത് അരയ്ക്കാനുള്ളതാണ്. ഇതിനോടൊപ്പം അരച്ച് ചേർക്കുന്ന മറ്റു ചേരുവകൾ: ചെറിയ 2 കഷ്ണം ഇഞ്ചി, ഒരു വലിയ അല്ലി വെളുത്തുള്ളി രണ്ടായിട്ട് മുറിച്ച് വെച്ചിട്ടുള്ളതാണ്. ഇനി ഇതിനോടൊപ്പം അരച്ച് ചേർക്കുന്ന മറ്റ് മസാലക്കൂട്ടുകൾ: ഇവിടെ 2 ടീസ്പൂൺ പെരുംജീരകം എടുത്തിട്ടുണ്ട്, ഒരു ചെറിയ പീസ് കറുവപ്പട്ട, ചെറിയ 2 കഷ്ണം ഗ്രാമ്പു, ജാതിപത്രിയുടെ ഒരു ചെറിയ പീസ് എടുത്തിട്ടുണ്ട്, തക്കോലത്തിൻ്റെ ഒരു ചെറിയ പീസ് രണ്ടായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതിനകത്ത് ചേർത്തരയ്ക്കാനുള്ള മറ്റു മസാലകൾ: മുളക് പൊടി 1 ടേബിൾ സ്പൂൺ, കുരുമുളക് പൊടി 1.5 ടീസ്പൂൺ, 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. അപ്പോൾ ഈ മസാലകളും ഈ സ്പൈസസും അതുപോലെ തക്കാളിയും ഇഞ്ചി വെളുത്തുള്ളി ഇത് ഇത്രയും നമുക്ക് മിക്സിയിൽ നന്നായിട്ട് അരച്ചെടുത്തിട്ട് ഈ ഒരു കടലക്കറി എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഈ കടലക്കറി വെക്കുമ്പോൾ ഇതിനോടൊപ്പം വഴറ്റി ചേർക്കാനായിട്ട് ഇടത്തരം വലിപ്പത്തിലുള്ള ഒരു സവാള കനം കുറച്ചിങ്ങനെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ കറിവേപ്പില എടുത്തിട്ടുണ്ട്. ഇത് രണ്ടും വഴറ്റി ചേർക്കാനുള്ളതാണ്, അരച്ച് ചേർക്കാനുള്ളതല്ല. അപ്പോൾ നമുക്ക് ഈ കൂട്ടുകളെല്ലാം കൂടി മിക്സിക്കകത്തൊന്ന് അരച്ചെടുത്തുകൊണ്ട് വരാം. ഇവിടെ നമ്മുടെ സ്റ്റൗ കത്തിച്ച് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിനകത്തേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള ഒന്ന് വഴറ്റിയെടുക്കാം. സവാള പെട്ടെന്ന് വഴറ്റി കിട്ടാനായിട്ട് നമുക്ക് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇവിടെ നമ്മുടെ ഉള്ളിയൊക്കെ നല്ലതായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. അതിനോടൊപ്പം നമ്മൾ ഈ മസാല കൂടി അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. മസാല നല്ലതായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ മസാല നമുക്ക് ഈ ഉള്ളിക്കകത്തേക്ക് വഴറ്റി വെച്ചിരിക്കുന്ന ഉള്ളിക്കകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ മിക്സി കഴുകി കുറച്ച് വെള്ളം കൂടി ഇതിനകത്തേക്ക്. ഇവിടെ നമ്മുടെ ഗ്രേവിയൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇതിനകത്തേക്ക് നമുക്ക് കഴുകി തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഈ ഒരു കടല ഇട്ട് കൊടുക്കാം. ഇനി ഇതിനകത്ത് ഒരു 3 വിസിൽ. അപ്പോഴത്തേക്കും നമ്മുടെ കടലക്കറി ഇവിടെ റെഡിയായിട്ട് വരും. പിന്നെ നമുക്ക് കടുക് താളിച്ചിട്ട് സെർവ് ചെയ്യാം. ഇവിടെ നമ്മുടെ സ്വാദിഷ്ടമായിട്ടുള്ള കടലക്കറി റെഡിയായി വന്നിട്ടുണ്ട്. ഇതിനകത്തേക്ക് കടുക് താളിച്ച് ചേർത്തിട്ടുള്ളതാണ്. അല്പം വെളിച്ചെണ്ണയ്ക്കകത്ത് 2 വറ്റൽമുളകും കടുകും കറിവേപ്പിലയും കൂടിയാണ് കടുക് താളിക്കാനായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്. ഒരേ രീതിയിൽ കടലക്കറി വെക്കുന്നവരാണെങ്കിൽ ഈ രീതിയിലൊന്ന് വെച്ച് നോക്കൂ, നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും. നിങ്ങൾക്ക് ഈ ഒരു വിഭവം ഇഷ്ടപ്പെടുവാണെങ്കിൽ നമ്മുടെ ഈ ഒരു ചാനൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും ഒപ്പം ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു.